കേരള സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ വിവരിക്കാൻ വൈസ് ചാൻസലർ ഗവർണറെ കാണും. അധ്യക്ഷനാകാൻ അനുവദിക്കാതെ ചട്ടവിരുദ്ധമായ സെനറ്റ് യോഗം നടന്നു എന്നതടക്കം VC ഗവർണറെ അറിയിക്കും. സെനറ്റ് യോഗം റദ്ദാക്കാൻ ഗവർണർ നിർദ്ദേശം നൽകുമോ എന്നതടക്കം VC നൽകുന്ന റിപ്പോർട്ട് അനുസരിച്ചാകും. ഗവർണർ നാമനിർദ്ദേശം ചെയ്ത സെനറ്റ് അംഗങ്ങളും ഗവർണറെ കാണുന്നുണ്ട്. സെനറ്റ് യോഗം ചേർന്നതിൽ ചട്ടലംഘനമുണ്ടെങ്കിൽ ഗവർണർക്ക് കോടതിയിൽ പോകാമെന്ന് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദു പറഞ്ഞു. സർവകലാശാലയുടെ ആക്റ്റും സ്റ്റാറ്റ്യൂട്ടും ഒക്കെ പരിശോധിച്ചാൽ എങ്ങനെയാണ് കാര്യങ്ങളെന്ന് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ഞാൻ പങ്കെടുക്കുന്ന ഒരു യോഗത്തിൽ അദ്ദേഹത്തിന് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല. യോഗമെല്ലാം നിയമപരമായിട്ട് കൃത്യമായിട്ടാണ് നടന്നിട്ടുള്ളത്. അത് അദ്ദേഹത്തിന് കോടതിയെ സമീപിക്കാലോ. ഇവിടെ അതിനുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ. നമ്പർ 1 ആയിട്ട് തന്നെ നിൽക്കുന്ന കേരളത്തിൻ്റെ ഇതുവരെ സമാർജിച്ച നേട്ടങ്ങളെയൊക്കെ ഇകഴ്ത്തി പറയുക നിരന്തരം. ഞാനാണ് എല്ലാത്തിൻ്റെയും അധികാരി എന്ന് വിധിക്കുന്ന രീതിയിലുള്ള സമീപനങ്ങൾ നമുക്ക് കേരളത്തിൽ പരിചിതമായിട്ടുള്ള ഒരു കാര്യമല്ല. ശരത് കെ ശശി നമുക്ക് പങ്കുചേരുന്നുണ്ട്. ശരത് കെ ശശി, ഇന്നിപ്പോൾ VC ഗവർണറെ കാണുമ്പോൾ ഈ സെനറ്റ് യോഗം റദ്ദാക്കുന്നതടക്കമുള്ള കാര്യങ്ങളിലേക്ക് ഗവർണർ കടന്നേക്കും എന്ന സൂചനയാണോ നമുക്ക് ലഭിക്കുന്നത്? അരുൺകുമാർ, ആ സാധ്യത തള്ളാനാകില്ല. കാരണം കടുത്ത നിലപാടുകൾ നേരത്തെ ഗവർണർ സ്വീകരിച്ച ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഗവർണർ ഈ VCയുടെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത്തരമൊരു നടപടിയിലേക്ക് കടന്നാലും അത്ഭുതപ്പെടാനില്ല. ഉച്ചയ്ക്ക് 12 മണിക്കാണ് കേരള സർവകലാശാല താൽക്കാലിക VC ഡോക്ടർ മോഹനൻ കുന്നുമേൽ ഗവർണറെ രാജ്ഭവനിലെത്തി കാണുന്നത്. പ്രധാനമായും ഈ സർവകലാശാല സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവവികാസങ്ങളെല്ലാം തന്നെ ഉൾപ്പെടുത്തിയുള്ള ഒരു റിപ്പോർട്ടായിരിക്കും ഗവർണർക്ക് VC നൽകാൻ വേണ്ടി പോകുന്നത്. അതിലേറ്റവും എടുത്തു പറയാൻ വേണ്ടി പോകുന്ന കാര്യം താൻ വിളിച്ചു ചേർത്ത ഒരു സെനറ്റ് യോഗമാണ്, വിശേഷാൽ സെനറ്റ് യോഗമാണ്. ആ സെനറ്റ് യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നതിന് തന്നെ അനുവദിച്ചില്ല. പകരം അപ്രതീക്ഷിതമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആ യോഗത്തിനെത്തുകയും അധ്യക്ഷ സ്ഥാനം മന്ത്രി കൈകാര്യം ചെയ്യുകയും ചെയ്യുന്ന സാഹചര്യമാണ് ഉണ്ടായത് എന്ന് VC ചൂണ്ടിക്കാണിക്കും. അത് ചട്ടപ്രകാരമല്ല എന്നാണ് VC പ്രധാനമായും നിലപാടെടുത്തിരിക്കുന്നത്. കാരണം കേരള സർവകലാശാലയുടെ നിയമത്തിൽ തന്നെ ചാൻസലർ ഇല്ലാത്ത സാഹചര്യത്തിൽ മാത്രമാണ് പ്രോ ചാൻസലർ ചാൻസലറുടെ അധികാരങ്ങൾ നിർവഹിക്കേണ്ടത്. ചാൻസലർ സംസ്ഥാനത്തുണ്ട് എന്നുള്ള കാര്യം കൃത്യമായും ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയെ ആ സെനറ്റ് യോഗത്തിൽ എത്തിയ ഘട്ടത്തിൽ താൻ അറിയിച്ചിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു അധ്യക്ഷത വഹിച്ച നടപടി ശരിയല്ല എന്നുള്ള കാര്യം VC ഗവർണറെ അറിയിക്കും. കൂടാതെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം പ്രമേയവുമായി ബന്ധപ്പെട്ടാണ്. VC നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയിലേക്ക് സർവകലാശാല പ്രതിനിധിയെ നൽകേണ്ടതില്ല എന്ന് പ്രഖ്യാപിക്കുന്നതായിരുന്നു ആ പ്രമേയം. ആ പ്രമേയം നിയമവിരുദ്ധമാണ് എന്നതായിരിക്കും VC പ്രധാനമായും ഗവർണറെ ബോധ്യപ്പെടുത്തുക. കാരണം ഒറ്റ അജണ്ട മാത്രമാണ് ആ സെനറ്റ് യോഗത്തിൽ പങ്കെടുത്തതായാലും ഒരു രാഷ്ട്രീയ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഗവർണറുമായുള്ള ഒരു പോര് ആ രൂപത്തിൽ പോകുന്നു. പക്ഷേ കോടതിയുടെ ഉത്തരവ് നിലവിൽ ഗവർണർക്കൊപ്പമാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും ഇത് കോടതിയിലേക്ക് പോകാമെന്നിപ്പോൾ മന്ത്രി പറയുന്നു. കോടതിയിലേക്ക് പോയാൽ അത് സർക്കാരിന് തിരിച്ചടിയാകാനല്ലേ സാധ്യത? സ്മൃതി, ഈ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് മന്ത്രി അധ്യക്ഷത വഹിച്ചത് കോടതി കയറുമെന്നുള്ളത് ഉറപ്പായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് നിയമതർക്കം ശക്തമാണ്. ഭരണപ്രതിപക്ഷ അംഗങ്ങൾ സർവകലാശാല നിയമത്തെ കൂട്ടുപിടിച്ച് അവരുടെ വാദപ്രതിവാദങ്ങൾ ശക്തമായി ഉന്നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും കോടതിയെ സമീപിക്കുന്നതിനെ സർക്കാർ എതിർക്കുന്നില്ല. നിങ്ങൾ ആർക്കാണെങ്കിലും കോടതിയിൽ പോകാനുള്ള അവകാശമുണ്ട്, ആ അവകാശം വിനിയോഗിക്കാമെന്നായിരുന്നു കഴിഞ്ഞ ദിവസം സെനറ്റ് അംഗങ്ങളും സിൻഡിക്കേറ്റ് അംഗങ്ങളും പറഞ്ഞത്. അതേ നിലപാട് ഇപ്പോൾ മന്ത്രി വ്യക്തമാക്കുകയും ചെയ്തു. ഏതായാലും കോടതി ഈ വിഷയത്തിൽ എങ്ങനെയാണ് ഈ നിലവിലെ സർവകലാശാല നിയമങ്ങളെ വ്യാഖ്യാനിക്കുന്നത് എന്നതിനെ അനുസരിച്ചായിരിക്കും അതിൻ്റെ ഫലം ഉണ്ടാകാൻ വേണ്ടി പോകുന്നത്. പക്ഷേ ആത്യന്തികമായി ഇതൊരു രാഷ്ട്രീയ പോരാട്ടമാണ്. അവിടെ സാധ്യമായ എല്ലാ പഴുതുകളും ഉപയോഗിക്കുകയാണ് തങ്ങൾ ചെയ്തത് എന്നതായിരുന്നു ഒരു സെനറ്റ് അംഗം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സെനറ്റ് യോഗം കഴിഞ്ഞ ശേഷം നമ്മളോട് അനൗദ്യോഗികമായി പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ കോടതിയിലേക്ക് പോവുകയും കോടതിയുടെ തീർപ്പിനനുസരിച്ചായിരിക്കും സെനറ്റ് യോഗത്തിന്റെ സാധുത എന്നുള്ള കാര്യം ഉറപ്പിക്കുകയും ചെയ്യാം. കഴിഞ്ഞ ദിവസം UDF അംഗങ്ങൾ M. വിൻസെന്റ് MLA അടക്കം പറഞ്ഞത് മന്ത്രി അധ്യക്ഷത വഹിച്ചതടക്കമുള്ള വിഷയങ്ങൾ സെനറ്റ് യോഗവുമായി ബന്ധപ്പെട്ട് നടന്ന സംഭവ വികാസങ്ങൾ കോടതിയിൽ ചോദ്യം ചെയ്യും എന്നുള്ളത് തന്നെയാണ്. ശരി, ശരത് ഇപ്പോൾ പറയുന്ന പോലെ അടുത്ത ഒരു സെനറ്റ് യോഗം നടക്കുകയാണെങ്കിൽ ഇനി സാധ്യത എന്താണെന്നറിയാമോ? ഗവർണർ വന്ന് അധ്യക്ഷത വഹിക്കുക. കാര്യം ചാൻസലർ അധ്യക്ഷത വഹിച്ചാൽ പിന്നെ പ്രോ വൈസ് ചാൻസലർക്ക് അധ്യക്ഷത വഹിക്കാൻ പറ്റില്ല.